ഇനി ഒരിക്കലും അമൃത എനിക്ക് സ്വന്തമാക്കാനാവില്ല. എനിക്കില്ലെങ്കിൽ അവളെ ഇനി ആർക്കും കിട്ടണ്ട. അവളെ കൊന്ന് ഞാനും ചാവും. ഒന്ന് നിർത്തുന്നുണ്ടോ മഹി? ഇങ്ങനെ വിഡിത്തം പറയാതിരിക്കും മഹി. അഭിമന്യുവിന്റെ ആജന്മ ശത്രുവാ അവന്റെ അച്ഛനായ അനന്തകൃഷ്ണൻ. അയാളെ ഇത്രയും കാലം സംരക്ഷിച്ചത് അമൃതയാ. ആ രഹസ്യം അഭിമന്യു മനസ്സിലാക്കി കഴിഞ്ഞു. തന്നോട് അമൃത ചെയ്ത ആ ചതി അഭിമന്യുവിനെ നന്നായി പൊള്ളിച്ചിട്ടുണ്ടാവും. അവളോട് ഒരിക്കലും പൊറുക്കാനോ ക്ഷമിക്കാനോ അഭിമന്യു തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ അമൃതയും അഭിമന്യുവും തമ്മിലുള്ള വിവാഹം എന്നത് ഒരടഞ്ഞ അധ്യായമാ. അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലുകൾ മാത്രമാണ്. കാര്യത്തോടടുക്കുമ്പോ അഭിമന്യുവിന് അച്ഛനോടുള്ള പിണക്കെല്ലാം മറക്കും. അവരെല്ലാം ഒന്നാകും. അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. എല്ലാത്തിനും സാക്ഷിയായി വിഡ്ഢിയായി ഞാനും. നീ പറയുന്നത് പോലെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത തുറുപ്പുചീട്ട് ഇറക്കും. നമ്മൾ വ്യാജമായി ഉണ്ടാക്കിയ പണയരേഖ പുറത്തെടുക്കും. പഞ്ചരത്നത്തിന്റെ പ്രമാണമാണ് അമൃത നമുക്ക് പണയപ്പെടുത്തിയതായി രേഖ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപയോഗിച്ച് ഇനി ഒരു കളി കളിക്കാം.